ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ചുണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്കിതിന് ഒരുപാട് ചുണ്ടയ്ക്കൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ. ഒരു കൈപ്പിടി നമുക്ക് ചുണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ലൊരു അടിപൊളി നമുക്ക് കറി തയ്യാറാക്കാം കേട്ടോ. വേറെ ഒരു കറിയും വേണ്ട. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ചുണ്ടയ്ക്ക തയ്യാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ചുണ്ടയ്ക്ക ഉണ്ടായി നിൽപ്പുണ്ട്. കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്, ചിലതൊക്കെ നല്ല ചെറുതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ അത്യാവശ്യം ചുണ്ടയ്ക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൂത്ത ചുണ്ടയ്ക്ക് നോക്കി കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പിടി അളവേ ഉള്ളൂ കേട്ടോ. ഇത്രയും മതി നമുക്ക് നല്ലൊരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചുണ്ടയ്ക്ക എല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ചുണ്ടയ്ക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചുണ്ടയ്ക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ വീട്ടിൽ വിഷം ഒന്നും ചേരാതെ തന്നെ കിട്ടുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ ചുണ്ടയ്ക്ക്. നമുക്ക് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാതെ തന്നെ ഇത് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഒന്ന് പിടിച്ച് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരെണ്ണം ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കേണ്ട ഒരു കറിയാണ് കേട്ടോ. ചുണ്ടയ്ക്ക കൊണ്ട് കറി മാത്രമല്ല, തോരനും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ചുണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തോളൂ. ചുണ്ടയ്ക്ക അവർ ഉറപ്പായിട്ടും പിന്നെ ഫേവറേറ്റ് ആയിക്കോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ചുണ്ടയ്ക്ക എല്ലാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇറുത്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലൊന്നും ആ കറയൊന്നും ആകാതിരിക്കാനായിട്ട് ഒരു കവറിനകത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇടികല്ലോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം കേട്ടോ. ഇടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാമേ. അപ്പം ഞാൻ കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഉലുവയും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് ചുണ്ടയ്ക്ക ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ. ചുണ്ടയ്ക്കയുടെ കറയൊക്കെ കയ്യിലാകുമെന്നുള്ള ഒരു ടെൻഷനും അത് കയ്യിലാകുമെന്നുള്ള ഒരു ഇതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതേപോലെ കവറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. കയ്യിലൊന്നും ആ കറയൊന്നും പറ്റിയിരിക്കുകയില്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അതൊക്കെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തൊലി എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ അങ്ങ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലോട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാമേ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നമുക്ക് ഈ ചുണ്ടയ്ക്കയൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഇപ്പം നല്ല ഈസി അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചുണ്ടയ്ക്ക ക്ലീൻ ചെയ്യാം. ഇതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ കറിയും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ചുണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ചുണ്ടയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ സാധനത്തിനും ഓരോ പേര് കാണുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ചുണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നതെന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പേര് ഇതിനുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണേ. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനൊന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പുളി വെള്ളത്തിൽ കിടന്ന് വേണം ചുണ്ടയ്ക്ക ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ തിരകിയതും ഒരു 1/4 ടീസ്പൂണ് ജീരകവും ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പുളിവെള്ളമൊക്കെ ഉദ്ദേശം ഒന്ന് വറ്റി എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒരു നോർമൽ എരിവായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം.
കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ പറയാമല്ലോ, കുട്ടികൾക്കാണെങ്കിൽ പോലും ചുണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കറി ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സവാള വേവിച്ച സമയത്താണ് ഉപ്പ് ആഡ് ചെയ്തത്, അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് അടച്ച് വെച്ച് അത് ആ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കണ്ടല്ലോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കറിയെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് അതൊന്ന് കുറുകി വരും കേട്ടോ. ഇനി നമ്മുടെ കറി എത്ര നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണോ ആ ഒരു അളവിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കുകയെ. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം, കാരണം ഇത് ഇരിക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. സൂപ്പറാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പം ഒന്ന് മാത്രമല്ല ചപ്പാത്തിയോടൊപ്പം ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇവിടെ ഞാൻ അത്യാവശ്യം ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കറിയും ഉണ്ട്, എന്നാൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയാം.